ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതേ വണ്ടി പതുക്കെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, വണ്ടി എടുത്തു. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇട്ടാലുടൻ തന്നെ ക്ലച്ചിൽ നിന്ന് കൈ റിലീസ് ചെയ്യണം. ഇങ്ങനെ പിടിച്ചിട്ടാലുടൻ തന്നെ റിലീസ് ചെയ്യണം. വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണ്. തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് നമ്മൾ ഗിയർ മുന്നോട്ടിട്ട് MAT ഓടിക്കുന്നതാണ്. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നിങ്ങളെ ഞാൻ കയറ്റത്ത് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് MAT നമുക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് MAT പഠിക്കാതെ നിങ്ങൾക്ക് എട്ടെടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം MAT നന്നായിട്ട് റോഡിൽ ഓടിക്കാനായിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം ഞാൻ റോഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിച്ച് മാത്രമേ വണ്ടി ഓടിക്കാവുള്ളൂ. കാരണം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി മറിയുകയോ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് ഹെൽമെറ്റ് ധരിക്കുക. ഇനി വണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് വാഹനത്തിന്റെ ക്ലച്ചും. ഒപ്പം തന്നെ നമ്മൾ ഈ ക്ലച്ച് പിടിച്ചതിന് ശേഷം വേണം ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു വാഹനത്തിന്റെ ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ്, ന്യൂട്രൽ, സെക്കൻഡ്, തേർഡ്, ഇത്രയാണ് വാഹനത്തിന് വരുന്ന ഗിയർ. അപ്പം നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ ഈ ക്ലച്ച് പിടിച്ചതിന് ശേഷം ഏറ്റവും ടോപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആണ് വീഴുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിച്ചിട്ട് ഒന്ന് താഴോട്ട് താഴ്ക്കുക. അപ്പം നമുക്ക് ന്യൂട്രൽ പോയിന്റിൽ വരും. ഇത് ന്യൂട്രൽ പോയിന്റ് ആണ്. ന്യൂട്രൽ പോയിന്റ് തൊട്ട് മേളിൽ ഫസ്റ്റ് ഗിയർ കാണാം. ഇനി നമ്മളിപ്പോൾ ന്യൂട്രൽ പോയിന്റ് വരുന്നു. ന്യൂട്രൽ പോയിന്റ് ഇട്ടതിന് ശേഷം വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് നേരെ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി പിന്നെ മൂവ് ആയി കഴിഞ്ഞാൽ ന്യൂട്രലും കഴിഞ്ഞ് തൊട്ട് താഴോട്ട് ഇട്ടാലേ നമുക്ക് സെക്കൻഡ് ഗിയർ വീഴത്തുള്ളൂ. അപ്പം ന്യൂട്രലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ സെക്കൻഡ് ഇടാൻ. സെക്കൻഡ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിച്ചിട്ട് അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി തേർഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് വീണ്ടും ഒന്നും കൂടെ താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയറിലേക്ക് വീഴും. അങ്ങനെ മൊത്തത്തിൽ 3 ഗിയർ ആണ് വരുന്നത്. ഇനി വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യേണ്ടത് വണ്ടിക്ക് വലി മുട്ടുന്നതിനനുസരിച്ച് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇങ്ങനെ ക്ലച്ച് പിടിച്ച് ഫുള്ള് ക്ലച്ച് ഇങ്ങനെ പിടിച്ച് സെക്കൻഡ് ഇടുക. സെക്കൻഡിലും വലി മുട്ടുന്ന സമയത്ത് ഇങ്ങനെ ഫുൾ ക്ലച്ച് പിടിക്കുക, മേളിലേക്ക് ഇടുക. അപ്പം നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് വരുന്നത്. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിലെ ബ്രേക്ക് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ കാണുന്നതാണ് വണ്ടിയുടെ ബാക്ക് സൈഡിലെ ബ്രേക്ക്. ഇത് ഫുഡ് ബ്രേക്ക് എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മളുടെ കാല് ഈ ഒരു രീതിയിൽ നമ്മൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ MAT ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. അത് MAT എന്ന് മാത്രമല്ല, ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്തും ബാക്ക് ബ്രേക്കിനാണ് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത്. നമ്മളൊരു സപ്പോർട്ടിന് മാത്രമേ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് കൂടുതൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി മറിയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ സപ്പോർട്ടിന് മാത്രം നിങ്ങൾ ഫ്രണ്ട് പിടിക്കുക. മെയിൻ ബ്രേക്കായിട്ട് നിങ്ങൾ ബാക്കിലെ ഫുഡ് ബ്രേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതാണ് വണ്ടിയുടെ കിക്കർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒപ്പം ഇൻഡിക്കേറ്ററും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്താണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ വരും. ഇത് ന്യൂട്രലാണ്. ഇനി വീണ്ടും ഈ ഒരു സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ വരും. ഓക്കെ, ഇനി നമുക്ക് MAT ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇത് നമ്മളുടെ വാഹനത്തിന്റെ ഹാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ഹാൻഡിലിൽ ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് വാഹനത്തിന്റെ ക്ലച്ച് പെഡൽ വരുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് നിങ്ങളിത് ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് ക്ലച്ച് പിടിക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ന്യൂട്രൽ പോയിന്റ് കണ്ടുപിടിക്കുക. ഇപ്പം നേരെ ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പം നിലവിൽ കിടക്കുന്നത്. അപ്പം ന്യൂട്രൽ കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ വലത്തേക്കൈയും കൂടി ഇങ്ങനെ പിടിച്ചിട്ട്, ഒരു ബിഗിനറിന് ഏറ്റവും എളുപ്പം ഇതാണ്, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ താഴോട്ടൊന്ന് തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ന്യൂട്രലിലേക്ക് വീണിട്ടുണ്ട്. ന്യൂട്രൽ വീണു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുക. ഇപ്പോൾ നമ്മുടെ വണ്ടി കൃത്യമായിട്ട് ന്യൂട്രൽ വീണിട്ടുണ്ട്. ഇനി നമുക്ക് കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കിക്കർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മളുടെ വലത്തെ കാല് ഉപയോഗിച്ച് കിക്കറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കാല് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ചെറിയ രീതിയിൽ ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. ഇതാണ് വണ്ടിയുടെ ആക്സിലറേഷൻ പെഡൽ വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്ത് വണ്ടിയുടെ ചോക്കുണ്ട്. ഈ ചോക്ക് നമ്മൾ ജസ്റ്റ് താഴോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മളിതേ കിക്കർ ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫ് ആകാതിരിക്കാനായിട്ട് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തെ ചോക്ക് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് നേരെ മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോക്ക് ഓഫ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് കൃത്യമായിട്ടും ക്ലച്ച് പിടിക്കുക.
ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുക, നേരെ മേളിലേക്ക് ഇടുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വീണ്ടുണ്ട്. അപ്പം അതായത് ഇപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത്, ജസ്റ്റ് ഇങ്ങനെ ക്ലച്ച് ഫുള്ളായിട്ട് പിടിക്കുക, മേളിലേക്ക് ഇടുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വീണ്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സെയിം ടൈമിൽ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേ ക്ലച്ചിൽ നിന്ന് ഇവിടെ റിലീസ് ചെയ്യുന്നു, സെയിം ടൈമിൽ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു. അതെ ഇപ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് എടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഗിയറിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക. മൂവ്മെൻറ്റ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയറിലെടുത്തു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗിയർ കഴിഞ്ഞാൽ ന്യൂട്രലാണ് വരുന്നത്. അപ്പം ന്യൂട്രലിന് തൊട്ട് താഴെയാണ് സെക്കൻഡ് ഗിയർ ഉള്ളത്. അപ്പം ന്യൂട്രൽ കഴിഞ്ഞിട്ട് തൊട്ട് താഴോട്ട് ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാം. ആക്സിലറേഷൻ കൊടുക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, താഴോട്ട് ഇടുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടി തേർഡ് ഗിയറിലേക്ക് വീണിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഈ വണ്ടിക്ക് വരുന്ന ഒരു ഗിയർ എന്ന് പറയുന്നത് 3 ഗിയറാണ് വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 3 ഗിയർ. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ ഇവിടെ ഒരു പമ്പ് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് ക്ലച്ച് എന്നാൽ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഈസി ആയിട്ട് തന്നെ പോകാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നത്. സെക്കൻഡ് ഗിയറിൽ പോകുന്നു. ഇപ്പം ഞാനൊരു ജംഗ്ഷനിലേക്ക് വരികയാണ്. ജംഗ്ഷനിൽ വരുമ്പോൾ വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പിടിക്കുക, ബ്രേക്കിലേക്ക് വരിക. എന്നിട്ട് ബാക്കിലെ ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാഹനം നിർത്താനായിട്ട് കഴിയുന്നതാണ്. വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് ബാക്കിലെ ബ്രേക്ക് ഒന്ന് അയക്കുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി പോകാം. ഓക്കെ, ഇനിയിപ്പം ഇറക്കമാണ്. ഇനി ഇവിടെ വേണം തേർഡ് കൊടുക്കാം. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്കിന് കൂടുതൽ പ്രാധാന്യം നൽകാതെ ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ബാക്കിലെ ബ്രേക്കാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ബാക്കിലെ ബ്രേക്ക് കണ്ടോ. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ബ്രേക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകും. വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഒന്ന് ഇടേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കുക, തൊട്ട് താഴോട്ടിടുക. ഇപ്പോൾ തേർഡ് ഗിയറിലേക്ക് വേണ്ടിയിട്ടുണ്ട്. 3ാമത്തെ ഗിയറിലാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 3ാമത്തെ ഗിയറിൽ പോകുന്നു. ഇനി വീണ്ടും മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മുന്നിലൊരു കയറ്റം കാണുകയാണ്. ഇവിടെ ഒരു കയറ്റം കാണുകയാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം. അതിന് ചെയ്യേണ്ടത് ക്ലച്ച് പിടിക്കുക, തൊട്ട് മേളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്ലച്ച് നിന്ന് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് വീഴുകയും ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയെ മുന്നോട്ട് മൂവ് ആക്കാൻ കഴിയുന്നതാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തൊട്ട് താഴോട്ടിടുന്നു. ഇപ്പോൾ തേർഡ് ഗിയറിലേക്ക് വന്നു. സ്ട്രൈറ്റ് ആയപ്പോൾ തേർഡ് ഗിയറിലേക്ക് വന്നു. ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചത് നമ്മൾ ഗിയർ മുന്നോട്ടിട്ട് MAT ഓടിക്കുന്നതാണ്. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നിങ്ങളെ ഞാൻ കയറ്റത്ത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഇത് കൃത്യമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ന്യൂട്രൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു. എൻ്റെ ബാക്കിലെ ബ്രേക്ക് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു, മേളിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വീണു. എന്നിട്ട് ക്ലച്ച് എന്ന് പതുക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാൻ വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു, ക്ലച്ച് എന്ന് പതുക്കെ റിലീസ് ചെയ്തിട്ട് നമ്മളിതേ വണ്ടി ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ ക്ലച്ച് ഫുള്ള് പിടിക്കുക, ബാക്കിലെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ കഴിയും. ഓക്കെ, വീണ്ടും എടുക്കണം. ക്ലച്ചിൽ നിന്ന് പതുക്കെ കൈ അയക്കുന്നു, വണ്ടി നീങ്ങുന്ന പോയിന്റിലേക്ക് വന്നു. ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതേ വണ്ടി പതുക്കെ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ചിൽ നിന്ന് കൈ റിലീസ് ചെയ്യണം. ഇങ്ങനെ പിടിച്ചിട്ടാൽ ഉടൻ തന്നെ റിലീസ് ചെയ്യണം. വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, റോഡ് സ്ട്രൈറ്റ് ആണ്. തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എപ്പോഴാണ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇങ്ങനെ തേർഡിൽ പോകുമ്പോൾ ഇവിടെ ഒരു വളവ് വന്നു. അപ്പോൾ നമ്മുടെ വണ്ടി തേർഡിൽ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന പെട്ടെന്ന് അയക്കുക. വീണ്ടും ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി നേരെ മുന്നോട്ട് നീങ്ങുന്നതാണ്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിലേക്ക് നല്ലൊരു കയറ്റമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഈ ഒരു വണ്ടി ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കയറി പോകുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിക്കുക, നേരെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഉണ്ട്, കണ്ടോ? അപ്പോൾ വണ്ടി വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു കയറ്റം ഇപ്പോൾ കയറി പോകാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. റോഡ് സ്ട്രൈറ്റ് ആയി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, റോഡ് സ്ട്രൈറ്റ് ആയി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയും.
പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ തേർഡ് ഗിയറിൽ പോവാണ്, ഇവിടെ ഒരു കയറ്റം കണ്ടാൽ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ പ്രോപ്പർ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓഫ് ആകാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇട്ട് നമ്മുടെ വണ്ടി പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും വളരെ സിമ്പിളായിട്ട് തന്നെ MAT ഓടിക്കാൻ പഠിക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും 2 വീലർ പഠിക്കുന്ന ആൾക്കാർ നിങ്ങൾ ലൈസൻസിൻ്റെ ആവശ്യത്തിന് MAT ഓടിക്കാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.